Hi everyone, welcome to Island IAS Signet Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയ് 19 തീയതിയിലെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വെയിറ്റിംഗ് ഫോർ ദ സ്ട്രോം എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ ആണ്. അതായത് നമ്മുടെ യു പിയിൽ വലിയൊരു സ്ട്രോം ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ഡിസാസ്റ്റർ ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഓൺ സരാന്ത ഫോറസ്റ്റ് ജാർഖണ്ഡ് മസ്റ്റ് ഹീഡ് എസ് എന്ന് പറയുന്നത്, അതായത് സരാന്ത ഫോറസ്റ്റിൽ നല്ല രീതിയിൽ മൈനിങ് നടക്കുന്നത് കൊണ്ട് തന്നെ സുപ്രീം കോടതി അവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ നോക്കുന്നത്. പിന്നീട് നമ്മളെ WHO എബോളനെ PHEIC ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ PHEIC, അതുപോലെ തന്നെ എബോള വൈറസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്മൈൽ മിഷൻ എന്ന് പറയുന്നത് ചൈനയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടി കൊണ്ടുവരുന്ന ഒരു മിഷൻ ആണ്. അപ്പൊ അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ പാങ്കോളിനെ കുറിച്ചുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന വെയിറ്റിംഗ് ഫോർ ദ സ്ട്രോം എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ നമ്മുടെ GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 2025-26 ഇനിയുള്ള ഇയേഴ്സിലെല്ലാം തന്നെ ഡിസാസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് UPSC എക്സാമിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ യിലാണ് ഇപ്പൊ ഈ ഒരു സ്ട്രോം ഉണ്ടായിട്ടിരിക്കുന്നത്. അതായത് പ്രീ മൺസൂൺ സ്ട്രോം ആണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് അത് ഭയങ്കരമായിട്ട് അവിടെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തണ്ടർ സ്റ്റോംസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡസ്റ്റ് സ്റ്റോമുകൾ, ലൈറ്റനിങ്, ഹെവി റെയിൻ, അതുപോലെ തന്നെ സ്ട്രോങ് വിൻസ് കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നടന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 111ഓളം ആളുകളാണ് ഈ ഒരു സ്ട്രോമിൽ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 72 ആളുകളോളം ഇഞ്ചുറി ചെയ്തു. അതായത് 26 ഡിസ്ട്രിക്ട്സിലായിട്ടാണ് ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടിരിക്കുന്നത്. ദ സ്ട്രോങ്സ് were among the deadliest weather disaster in state in recent years. അതായത് ഇത്രയും നാളുകളിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് UPയിലെ ഈ ഒരു സ്ട്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രോം ഇങ്ങനെ ആകുന്നതിന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ട്രോം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനൊരു 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നത്. അതായത് ഒന്ന് പ്രീ മൺസൂൺ കൺസെപ്റ്റീവ് ആക്ടിവിറ്റി ആണ്. അപ്പൊ മൺസൂൺ എന്താന്നൊക്കെ നിങ്ങൾ മൺസൂൺ ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് സമയം കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ പ്രീ മൺസൂൺ കൺവെക്റ്റീവ് ആക്ടിവിറ്റി ആണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അതായത് ഹോട്ട് എയർ എന്താണ് റാപ്പിഡ്ലി റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതാണ് തണ്ടർ സ്റ്റോം ഉണ്ടാവുന്നതിന് കാരണമാകുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. അതായത് ഈ ഒരു മെഡിറ്ററേനിയൻ സീ റീജിയനിൽ നിന്ന് വരുന്ന ഈ ഒരു വെതർ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അത് ഈ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് വരുന്ന ഈ ഒരു ട്രേഡ് വിൻഡുകൾ എന്താണ് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു കാരണമാണ് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള സ്ട്രോം ഉണ്ടാകുന്നതിന്. ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് ക്ലാഷ് ഓഫ് ഡിഫറെന്റ് വിൻഡുകളാണ്. അതായത് ഈ UP റീജിയനിലോട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിൻഡുകൾ വരുന്നു. ഈ വിൻഡുകൾ തമ്മിൽ ക്ലാഷസ് ഉണ്ടാവുന്നു. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാൻ അവിടെ താർ ഡിസേർട്ടിന്റെ അവിടെ നിന്ന് എങ്ങനെയാണ്, അവിടുന്ന് ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ലൂ വിൻഡുകൾ വരുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഈസ്റ്റേൺ സൈഡില് ബേ ഓഫ് ബംഗാളിന്റെ അവിടെ നിന്ന് എന്താണ്, അവിടുന്ന് മോയിസ്റ്റ് വിൻഡ് വരുന്നു. ഈ 2 വിൻഡുകളും വന്നിട്ട് ഈ പറയുന്ന UP റീജിയനിൽ വെച്ചിട്ട് കൊളൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വിൻഡുകൾ തമ്മിലുള്ള ക്ലാഷസ് ഉണ്ടാവുന്നു. ഈ 3 കാരണങ്ങളാണ് ഇവിടെ തണ്ടർ സ്റ്റോംസ് ഉണ്ടാവാനായിട്ട്, ഹെവി തണ്ടർ സ്റ്റോംസ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. വെൻ ദീസ് എയർ മാസസ് മെറ്റ് സിവിയർ തണ്ടർ സ്റ്റോംസ് ഫോംഡ് എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം UPയിൽ ഇത്രമാത്രം സിവിയർ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് എന്തുകൊണ്ടായിരിക്കാം UPയിൽ ഈ ഒരു സ്ട്രോം എന്ന് പറയുന്നത് അത്രത്തോളം ഇന്റൻസ് ആയതിന് കാരണം എന്ന് പറയുന്നത് UP വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് അവിടെയുള്ള റൂറൽ ആൻഡ് പെരി അർബൻ ഹൗസിംഗ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അതായത് നമുക്ക് ഇവിടെ കാണുന്ന പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഒന്നുമല്ല കാണപ്പെടുന്നത്. വളരെ വീക്കായിട്ടുള്ള മഡ് കൊണ്ടുള്ള, അതുപോലെ തന്നെ ഈ ആസ്പെറ്റോസ്, നമ്മുടെ
പക്ക ഹൗസ്, പച്ച ഹൗസ്, പുക്ക ഹൗസ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹൗസിംഗ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ദെൻ ഫ്രജൈൽ ആയിട്ടുള്ള റൂഫുകളാണ്. റൂഫ് ഒന്നും തന്നെ സ്ട്രോങ് ആയിട്ടുള്ളതല്ല. അതൊക്കെ ഈ പറയുന്ന പോലെ മരങ്ങളും ഉണ്ട്, വുഡ് ഉപയോഗിച്ചിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ വൈക്കോല് അങ്ങനെയൊക്കെയുള്ള വരുന്ന റൂഫുകളാണ് വരുന്നത്. ആൻഡ് വയറിംഗ് എന്ന് പറയുന്നത് അൺസേഫ് ആണ്. അതായത് പുറമേ കൂടെയുള്ള വയറിങ്ങും അങ്ങനത്തെ വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പ്യുവർലി ഇൻസ്റ്റാൾഡ് ഹോർഡിങ്സ്, അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ, പീപ്പിൾ സ്റ്റേ ഇൻഡോർ ഡ്യൂറിങ് ഈവനിങ് സ്ട്രീംസ്, ലാക്ക് ഓഫ് ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് UPനെ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സിന് വളരെയധികം വൾണറബിൾ ആക്കുന്നു. ഏരിയസ് ലൈക്ക് മിർസാപൂർ, അതുപോലെ തന്നെ സോഹൻഭദ്ര എന്ന് പറയുന്ന അവിടെയൊക്കെയെന്ന് വെച്ചാൽ അവിടെ ഹില്ലി ഏരിയൻസ് ആയതുകൊണ്ട് തന്നെ ഈ എയറുകൾ വന്നിട്ട് ഈ ഹിൽ ഏരിയയിൽ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ ഹില്ലിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണം ആകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് UP ഇത്രയധികം വൾണറബിൾ ആകുന്നത്. ആൻഡ് വെതർ വാർണിംഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായ സ്ഥിതിക്ക് ഗവൺമെന്റ് എന്താണ് വെതർ വാർണിംഗ് കൊടുത്തിട്ടില്ലേ എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യം വരുന്നത്. പക്ഷേ ഗവൺമെന്റ് അവിടെ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ തണ്ടർസ്ട്രോം അതുപോലെ തന്നെ ലൈറ്റ്നിങ് അലേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് UP ഗവൺമെന്റ് എന്താണ് കണ്ടിന്യൂസ്ലി 34 crore റെഡ് ആൻഡ് ഓറഞ്ച് അലേർട്ട് മെസ്സേജ് വയ സഹീദ് പോർട്ടൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. പക്ഷെ അവിടെ അലേർട്ട് കൊടുത്തത് കൊണ്ട് മാത്രം ആയില്ല, അല്ലെങ്കിൽ അലേർട്ട് കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ഡിസാസ്റ്റർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ വേർ ദ വാർണിംഗ് ലൊക്കേഷൻ സ്പെസിഫിക് ഇനഫ്, അതായത് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്, ഇന്ന ലൊക്കേഷനിൽ ഇന്ന ഡിസാസ്റ്റർ ഉണ്ടാവും എന്നുള്ള വാർണിംഗ് മെസ്സേജ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമായോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ഈ എല്ലാ മെസ്സേജുകളും 32 കോടി ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ 32 കോടി ആളുകളിലേക്ക് മെസ്സേജ് എത്തിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനെ അവിടുത്തെ വെതർ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഈ മെസ്സേജുകൾ അവരിലേക്ക് എത്തില്ല. ഇനി ഒരു 1 hour കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഡിസാസ്റ്ററിന് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മുമ്പ് ഒരു മെസ്സേജ് ചെന്നത് കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് അവിടെ നിന്ന് മാറാനായിട്ട് പറ്റില്ല. കാരണം അത്രയും ആളുകൾ റൂറൽ ഏരിയ ആണ്, അർബൻ ഏരിയാസ് ഒന്നുമല്ല. അപ്പൊ വണ്ടികൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവര് നടന്നൊക്കെ വേണ്ടി വരും പോകാനായിട്ട്. അപ്പൊ അങ്ങനെ പോകാനായിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, ഡിസാസ്റ്റർ റെസിലിയന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു അലേർട്ട് കൊടുത്തത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള ആളുകളുടെ, ഈ ഒരു സ്ഥലത്തിലുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഡ് ദ അലേർട്ട് ക്ലിയർലി ടെൽ പീപ്പിൾ വാട്ട് ആക്ഷൻ ടു ടേക്ക്, അതായത് അവിടെ ഒരു സ്ട്രോം ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള റെഡ് അലേർട്ട് ആണ് കൊടുക്കുന്നത്. അല്ലാതെ ആ ഒരു സ്ട്രോം എങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ആളുകൾ എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് എങ്ങോട്ട് മാറാം എന്നുള്ള ഒരു കാര്യം ആ ഒരു മെസ്സേജിൽ കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ റൂറൽ ഏരിയാസ് ആണ് UPയുടെ ആ ഒരു റീജിയൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അവർക്കൊരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ ആ ഒരു മെസ്സേജ് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയം എടുക്കും. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന വാർണിംഗ് സിസ്റ്റം എലോൺ എനഫ് ആണോ, ഡിസാസ്റ്റർ മാനേജിന് ഇതൊരു എനഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ചോദിക്കാനായിട്ടുള്ളത്. ദ ഹൈലൈറ്റ് എ മേജർ ഇഷ്യൂ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദിസ് എഡിറ്റോറിയൽ ഈസ് ദാറ്റ് വാർണിംഗ് സിസ്റ്റം എലോൺ ആർ നോട്ട് എനഫ് അൺലെസ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്ട് ഓൺ ദം. അതായത് ആളുകൾ ആ മെസ്സേജ് വായിച്ചത് കൊണ്ടായില്ല, അവർ ആ മെസ്സേജ് വായിച്ചിട്ട് അതനുസരിച്ചിട്ട് അവർ ആക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നമ്മുടെ ആ ഒരു സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആളുകൾ അത് വായിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സമയം എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാറ്റേണ്ടത് ആവശ്യം ആണ് എന്നാണ് പറയുന്നത്. ദ സ്ട്രോം ഇന്റൻസിറ്റി മേ നോട്ട് ഹാവ് ബീൻ ഫുള്ളി പ്രെഡിക്റ്റബിൾ. അത് നമുക്ക് ഗവൺമെന്റിന്റെ മൊത്തത്തിൽ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഒരു സ്ട്രോം ഉണ്ടാവും, അതിന്റെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അതും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ റിസ്ക് ഇറ്റ് സെൽഫ് വാസ് എ ഫോർസിയബിൾ അല്ല. സോ ദാറ്റ് ദെർഫോർ മെനി ഡെത്ത് കുഡ് പോസിബിളി ഹാവ് ബീൻ റിഡ്യൂസ്ഡ് ത്രൂ. നമ്മൾ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നല്ലൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, വർക്ക് ആക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡെത്ത് കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട്
വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് അവിടെ അങ്ങനെ ഒരു സ്ട്രോം ഉണ്ടാവും എന്നുള്ള ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു. പക്ഷെ അത് മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഇംപ്രൂവിംഗ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്, ബട്ട് ദ ബിഗ്ഗർ ചലഞ്ച് ഈസ് ടേണിംഗ് ഫോർകാസ്റ്റ് ഇൻ ടു ഇഫക്റ്റീവ് ഗ്രൗണ്ട് ലെവൽ ആക്ഷൻ ദാറ്റ് സേവ് ലൈഫ്. നമുക്ക് അങ്ങോട്ടേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് വെതർ ഫോർകാസ്റ്റിംഗിലോട്ട് നമ്മൾ നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട്. ഇനി ആ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ ഗ്രൗണ്ട് ലെവൽ ആക്ഷനിലോട്ട് നമ്മൾ മാറ്റണം. ആ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അതാണ് ഇനിയുള്ള നമ്മുടെ റിയൽ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഇനി വേണ്ടത് ഇങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്തുണ്ടായാലും അതിന് ക്വിക്കായിട്ട് ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മളോട് പറയുന്നത്. ആൻഡ് ഇത് നെക്സ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ഓൺ സന്താര ഫോറസ്റ്റ് ജാർഖണ്ഡ് മസ്റ്റ് ഹീഡ് SC എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ നമ്മുടെ സന്താര ഫോറസ്റ്റ് ഇൻ ജാർഖണ്ഡിൽ നല്ല രീതിയിലായിട്ടുള്ള മൈനിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞു സന്താര ഫോറസ്റ്റിന്റെ റീജിയനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ആണ് ഇവിടെ പറയുന്നത്. അതായത് ലാസ്റ്റ് ഇയർ നവംബറിലാണ് നമ്മുടെ സുപ്രീം കോടതി ആസ്ക്ഡ് ദ ജാർഖണ്ഡ് ഗവൺമെന്റ് ടു ഡിക്ലെയർ ദിസ് 314 സ്ക്വയർ കിലോമീറ്റേഴ്സ് സന്താര ഫോറസ്റ്റ് ആസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. 314 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഈ സന്താര ഫോറസ്റ്റിന്റെ ഏരിയനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞ നവംബറിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയും ആ ഒരു ജാർഖണ്ഡ് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇല്ലീഗൽ മൈനിങ് എന്ന് പറയുന്നത് ആ ഒരു റീജിയനിലെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ നന്നായിട്ട് ഡീഫോറസ്റ്റ് ചെയ്തിരിക്കുന്നു, അതായത് നശിപ്പിച്ചിരിക്കുന്നു, ഡാമേജ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വൈൽഡ് ലൈഫിനും നല്ല രീതിയിൽ ഡിസ്ട്രപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രൊക്ലെയിം ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ ഒരു സുപ്രീം കോടതി പറഞ്ഞ ഡെഡ് ലൈൻ കഴിഞ്ഞു. എന്നാലും ജാർഖണ്ഡ് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ, ഒരു നോട്ടിഫിക്കേഷൻ പോലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇറക്കുന്നതിന്റെ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. അതിന് പകരം അവരെന്താ ചെയ്തിരിക്കുന്നത്, അവർ ഇതിന് റിവ്യൂ പെറ്റീഷൻ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ഈ ഒരു ജഡ്ജ്മെന്റിനെതിരെ റിവ്യൂ പെറ്റീഷൻ ആണ് അവർ പോയിരിക്കുന്നത് എന്നുള്ളൊരു ക്രിറ്റിസിസം ആണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് സന്താര ഫോറസ്റ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് നോക്കാം. സന്താര ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് വൺ ഓഫ് ദ ഏഷ്യസ് ലാർജസ്റ്റ് സാൽ ഫോറസ്റ്റ് ആണ് ഈ പറയുന്ന സരാന്ത ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സാൽ ഫോറസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള എലഫന്റ് കോറിഡോർ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ ആണ് സരാന്ത ഫോറസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് എലഫന്റ് മൈഗ്രേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, സോയിൽ പ്രൊട്ടക്ഷൻ, വാട്ടർ കൺസർവേഷൻ ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസിനെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ പറയുന്ന സരാന്ത ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഡാമേജ് ഈസ് കോസിങ് ഡ്യൂ ടു മൈനിങ്. അപ്പൊ അവിടെ പക്ഷെ നല്ല രീതിയിൽ മൈനിങ് നടക്കുവാണ്. ആ ഒരു മൈനിങ് കാരണം എന്താണ്, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറസ്റ്റിന് വളരെയധികം ഡാമേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഒരു ഡാമേജസ്, അവിടെ ഉണ്ടാവുന്ന ഡാമേജസ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രോയിഡ് ഫോറസ്റ്റ് ഇന്റഗ്രിറ്റി, എലഫന്റ് മൈഗ്രേഷൻ റൂട്ട് എന്താണ് ഇവിടെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എലഫൻസിന് എന്താണ് അവരുടെ റൂട്ടും അവരുടെ കോറിഡോറും അവരുടെ ഭക്ഷണ സ്ഥലങ്ങളും ഒക്കെ നശിച്ചത് കൊണ്ട് തന്നെ എലഫൻസ് നല്ല രീതിയിൽ എന്താണ് വില്ലേജുകളിലേക്ക് വരുന്നുണ്ട്. അവിടെ എന്താണ് അതുകൊണ്ട് തന്നെ അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ കൂടുതലാണ്. ഇൻ ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈ 3 സ്റ്റേറ്റിലായിട്ട് നല്ല രീതിയിൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കാരണം ആ ഒരു ഈസ്റ്റേൺ റീജിയനിലെ ഒരു എലഫന്റ് കോറിഡോർ ആണ്, അതിനെയാണ് ഡിസ്ട്രപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആനകള് ഫുള്ള് വില്ലേജുകളിലേക്കൊക്കെ വരാനായിട്ട് തുടങ്ങി. ആൻഡ് ഈ ഒരു നോക്കുന്ന സമയത്ത് 2000 മുതൽ 2023 വരെ 1300ഓളം ആളുകളെയാണ് ഈ ഒരു ആനയുടെ അല്ലെങ്കിൽ എലഫന്റ് കോൺഫ്ലിക്റ്റ്, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് പ്രകാരം 1300ഓളം ആളുകളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ കൂടുന്നുണ്ട്, വാട്ടർ ഷെഡ് സിസ്റ്റം വീക്കൺ ആയിട്ടുണ്ട്, അഗ്രികൾച്ചർ ആൻഡ് ലിവ്ലിഹുഡിനൊക്കെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ
അപ്പൊ ജാർഖണ്ഡ് ഗവൺമെന്റ്, അതായത് അവരവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കാത്തതിന്റെ കാരണം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിക്ലെയറിംഗ് ദ ഏരിയ എ വൈൽഡ് ലൈഫ് സാങ്ച്വറി മേ അഫക്ട് ദ ട്രൈബൽ ആൻഡ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് റൈറ്റ്. അതായത് അവിടെയുള്ള ട്രൈബൽ അതുപോലെ തന്നെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി റൈറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ജാർഖണ്ഡ് ഗവൺമെന്റിന്റെ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുന്ന അവരുടെ ഒരു ക്ലെയിം എന്ന് പറയുന്നത്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽഡ് ലൈഫ് സാങ്ച്വറി കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും അവിടുത്തെ ഉള്ള ഫോറസ്റ്റിലുള്ള ട്രൈബുകളുടെ അവരുടെ റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. റൈറ്റ് അണ്ടർ ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, നമ്മുടെ FRA ആക്ട് എന്താണ്, അത് അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രഡീഷണൽ ലൈവ്ലിഹുഡ് വിൽ ബി ഡിസ്പ്ലേഡ് ബൈ കൺസർവേഷൻ മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എന്താണ്, ഈ ഒരു ഗവൺമെന്റ് അവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രൊക്ലെയിം ചെയ്യാനായിട്ട് മടി കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണപ്പെടാൻ പറ്റുന്ന ഒരു വൈഡർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് കൺസർവേഷൻ, എക്കോളജിക്കൽ കൺസർവേഷനെ എതിരെ ഗവൺമെന്റുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇത്രയും വലിയൊരു ഏരിയ കൺസർവ് ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അതിന് പോലും തയ്യാറാവാത്ത സ്റ്റേറ്റ്. ഇത് മാത്രമല്ല, പല സ്റ്റേറ്റുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആരവല്ലിയുടെ കേസിലായാലും ഓരോ സ്റ്റേറ്റിലും കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നമുക്ക് എന്താണ്, എക്കോളജിക്കൽ ആയിട്ടുള്ള കൺസർവേഷൻ ആവശ്യം ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിക്വയർ ബാലൻസിങ് എക്കോളജിക്കൽ കൺസർവേഷൻ വിത്ത് ട്രൈബൽ ആൻഡ് കമ്മ്യൂണിറ്റി റൈറ്റ്, നോട്ട് ട്രീറ്റിംഗ് ദം ആസ് എ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. അപ്പൊ ഈ ജാർഖണ്ഡ് ഗവൺമെന്റ് അതിനൊരു കോൺഫ്ലിക്റ്റിംഗ് മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് മാത്രമല്ല, ട്രൈബൽ റൈറ്റ്സിന്റെ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, അത് എക്കോളജിക്കൽ കൺസർവേഷൻ വരുന്ന ഒരു മാറ്റർ ആണ്. സോ ദാറ്റ് അവിടെ കൺസർവേഷൻ ഉണ്ടാവേണ്ടത് എന്താണ്, ആവശ്യം ആണ് എന്ന് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ WHO PHEIC ഓവർ എബോള ഔട്ട്ബ്രേക്ക് പ്രൊക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ്, എബോള ഔട്ട്ബ്രേക്ക് ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ ആൻഡ് ഉഗാണ്ട. അതായത് ഇപ്പോൾ കോങ്കോയിലും ഉഗാണ്ടയിലും ആണ് ഈ പറയുന്ന എബോള ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എബോള ഔട്ട്ബ്രേക്കിനെ PHEIC എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന് പറയുന്നത്? അതായത് ഒരു ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത് വളരെ സീരിയസും സഡനും അൺയൂഷ്വലും ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണലി നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് ഹെൽത്ത് റിസ്കിനെയാണ് PHEIC ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഇന്റർനാഷണൽ കൺസേൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കോങ്കോയിലും ഉഗാണ്ടയിലും ഒക്കെ വന്നിരിക്കുന്ന ഈ ഉള്ള എബോള ഔട്ട്ബ്രേക്കിനെയാണ് PHEIC ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിക്ലറേഷൻ കൊണ്ട് എന്താ പറ്റുന്നത്? ഈ ഒരു ഡിക്ലറേഷൻ കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ സപ്പോർട്ട് ലഭിക്കും ഈ ഒരു അസുഖത്തിനെതിരെ. അതുപോലെ തന്നെ ഗ്ലോബൽ റെസ്പോൺസ് കോർഡിനേറ്റ് ചെയ്യാനും ഇതിന്റെ ഫണ്ടിങ്ങിനൊക്കെ അതുപോലെ തന്നെ സർവൈലൻസിനൊക്കെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ ഇതേപോലെ PHEIC പ്രൊക്ലെയിം ചെയ്തിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് COVID-19, എംപോക്സ്, പോളിയ, അതുപോലെ തന്നെ എബോള ഔട്ട്ബ്രേക്കിന്റെ ടൈമിലൊക്കെയാണ് നമ്മുടെ WHO ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എബോള അത്രമാത്രം പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 8 ലാബോറട്ടറി കേസുകളിൽ എബോള കൺഫേം ചെയ്തിട്ടുണ്ട്. 246ഓളം സസ്പെക്റ്റഡ് കേസസ് ഉണ്ട്. ആൻഡ് 80 ഈ പറയുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് സസ്പെക്റ്റഡ് ഡെത്ത് എബോള കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു കേസസ് എന്ന് പറയുന്നത് ഉഗാണ്ട, കമ്പാല, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ലോകത്തിലോട്ട് മൊത്തം സ്പ്രെഡ് ആവാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. കാരണം ചൈനയിൽ ഉണ്ടായ ഒരു COVID-19 എങ്ങനെയാണ് ഈ ലോകം മൊത്തം പരന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആവശ്യമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ആൻഡ് എന്താണ് ഈ എബോള എന്ന് പറഞ്ഞത്? എബോള എന്ന് പറയുന്നത് ഒരു വൈറസ് ഡിസീസ് ആണ്, സൂണോട്ടിക് ഡിസീസ് ആണ്. ദാറ്റ് ക്യാൻ ബി സിവിയർ ആൻഡ് ഓഫൺ ഫാറ്റൽ ഇൻ ഹ്യൂമൻസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആണ് എബോള വൈറസിന്റെ എന്ന് പറയുന്നത്. ഇപ്പൊ COVID-19 പോലെയല്ല, ഇതിന്റെ ഡെത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ഒറിജിൻ വിചാരിക്കുന്നത് നമ്മൾ, അതായത് ഫ്രൂട്ട്
ബാറ്റുകളാണ് ഈ ഒരു അസുഖം ഒറിജിൻ ചെയ്യുന്നത് എന്ന്, അവിടെ നിന്നാണ് ഒറിജിൻ എന്ന് വിചാരിക്കുന്നത്. അതായത് നോൺ ഹ്യൂമൻ പ്രൈമേറ്റുകളിൽ നിന്നും ഫ്രൂട്ട് ബാറ്റുകളിൽ നിന്നുമാണ് ഈ ഒരു വൈറസ് അനിമൽസിൽ നിന്നും ഹ്യൂമൻസിലോട്ട് എത്തുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഇത് എങ്ങനെയാ സ്പ്രെഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമൽ ടു ഹ്യൂമൻ ആണ് സ്പ്രെഡ് ആവുന്നത്. അത് കഴിഞ്ഞ് ഹ്യൂമൻ ടു ഹ്യൂമൻ കോണ്ടാക്ട് വഴിയും ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ സെക്രീഷൻ ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ, കണ്ടാമിനേറ്റഡ് സർഫസ് ഒക്കെ വഴി എന്താണ് ഈ ഒരു എബോള സ്പ്രെഡ് ആവുന്നത്. ഇത് എയർ വഴി സ്പ്രെഡ് ആവില്ല, എബോള എയർ വഴി സ്പ്രെഡ് ആവില്ല എന്നുള്ള ഒരു കാര്യം അറിയാം. ആൻഡ് എബോള വൈറസിന്റെ തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതായത് എബോള വൈറസ്, സുഡാൻ വൈറസ് ആൻഡ് ബുണ്ടിഗ്യോ വൈറസ്. ബുണ്ടിഗ്യോ വൈറസ് അങ്ങനെയാന്ന് തോന്നുന്നു. ആ ഒരു ബുണ്ടിഗ്യോ വൈറസ് ആണ് ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോ ഇതെന്തുകൊണ്ടാണ് ഗ്ലോബലി ഫിയർഡ് ആയിട്ടുള്ളത്? ഈ ഒരു എബോള വൈറസിനെ ഗ്ലോബലി ഫിയർഡ് ആയിട്ട് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫാറ്റാലിറ്റി റേറ്റ് ആണ്. അതായത് മരണം നിരക്ക് കൂടുതലാണ്, ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിൽ ഇത് സ്പ്രെഡ് ആവും. വീക്ക് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ വെസ്റ്റ് ആഫ്രിക്കയിൽ 2014 മുതൽ 2016 വരെ നോക്കുന്ന സമയത്ത് ഗുനിയ, ലിബീറിയ, സിയറ ലിയോണ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു എബോള ഔട്ട്ബ്രേക്ക് നല്ല രീതിയിൽ ഉണ്ടായതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 28,600 കേസസ് റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് 11,325 ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് നോക്കുക, ഒരു കേസ് ഉണ്ടായതിന്റെ ഓൾമോസ്റ്റ് ഹാഫ് കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. അത്രയും ഫാറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് WHO എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം. ആ ഒരു മെഷേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റാപ്പിഡ് ഐസൊലേഷൻ ഓഫ് പേഷ്യൻസ്. നമ്മൾ COVID-19 കോവിഡ് വന്ന ആളുകളിൽ ചെയ്തിട്ടുള്ള സെയിം മെഷേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ആളുകളെ ഐസൊലേറ്റ് ചെയ്യുക. കോവിഡിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് നിപ്പാലാണ് ഈ ഒരു ഐസൊലേഷൻ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോവിഡിലും ചെയ്തിട്ടുണ്ടില്ല എന്നല്ല പറയുന്നത്. അതായത് ആളുകളെ ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സ്പ്രെഡ് കുറയ്ക്കുക. മറ്റൊന്ന് ഇന്റൻസീവ് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്, അതായത് റീഹൈഡ്രേഷൻ, സിംറ്റം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ. ദെൻ കോണ്ടാക്ട് ട്രേസിങ്, നമ്മൾ COVID-19 നിപ്പൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആളുകളെ ട്രാക്കിങ് ചെയ്യുക, അവരെവിടെയൊക്കെ വന്നു, എവിടെ നിന്നൊക്കെ കോണ്ടാക്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ആർക്കൊക്കെയാണ് പകരാനായിട്ട് ചാൻസ് ഉള്ള അങ്ങനെയുള്ള കോൺട്രാക്ട് ട്രാക്കിങ് ചെയ്യുക. ആൻഡ് സേഫ് ബറിയൽസ്, അതായത് ഈ അസുഖം വന്ന് മരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ബറി ചെയ്യുക, അവരെ ആ ഒരു ക്രിമേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അതുവഴി ആളുകളിലേക്ക് പകരാതിരിക്കുക. ആൻഡ് വാക്സിനേഷൻ സ്ട്രാറ്റജി, അതായത് നമ്മൾ അപ്രൂവ്ഡ് വാക്സിൻസ് ഉണ്ട് എബോളയ്ക്ക്, അതായത് റിംഗ് വാക്സിനേഷൻ എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ആൻഡ് മോണോക്ലോണൽ ആന്റിബോഡി കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി അവയർനെസ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മൈൽ മിഷനെ കുറിച്ചാണ്. സ്മൈൽ മിഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കും. കാരണം ഇതൊരു ചൈനീസ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിം സ്നിപ്പെറ്റ്സിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സ്മൈൽ എന്ന് പറയുന്നത് സോളാർ വിൻഡ് മാഗ്നറ്റോസ്ഫിയർ അയണോസ്ഫിയർ ലിങ്ക് എക്സ്പ്ലോറർ മിഷൻ ആണ്. അതായത് സോളാറിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളതാണ്. സോളാർ വിൻഡിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ചൈനീസ് സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷൻ ആണ്. ആൻഡ് അത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. അതായത് ഹൗ എർത്ത് മാഗ്നറ്റിക് ഷീൽഡ് പ്രൊട്ടക്ട് പ്ലാനറ്റ് ഫ്രം ഹാംഫുൾ സോളാർ ആക്ടിവിറ്റി എന്നുള്ളതാണ് ഇവർ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ദ മിഷൻ എയിം ടു ക്യാപ്ചർ ഫസ്റ്റ് എക്സ്റേ ഇമേജസ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഷീൽഡ് ഇൻ ആക്ഷൻ. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് വരുന്ന സോളാർ ആക്ടിവിറ്റീനെ എങ്ങനെയാണ് എർത്ത് തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവർ ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ജസ്റ്റ് ഈ ഹൈലൈറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രം വായിച്ചു പോയാൽ മതിയാകും. ആൻഡ് പിന്നെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സയന്റിസ്റ്റ് പാങ്കോളിൻസ് ഉണ്ടല്ലോ, പാങ്കോളിൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാങ്കോളിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന സ്പീഷീസ് ആണ് ഇന്ത്യൻ പാങ്കോളിൻസ് എന്നറിയാം. എൻഡേഞ്ചേർഡ് പാങ്കോളിൻസ് ആണ്. വേൾഡിലെ മോസ്റ്റ് ഹെവിലി ട്രാഫിക്ഡ് ആയിട്ടുള്ള മാമൽ ആണ് പാങ്കോളിൻ എന്ന് പറയുന്നത്. ഇതാണ് പാങ്കോളിൻ
ഈ പാങ്കോളിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ പുറത്തുള്ള ഷെല്ലിന് വേണ്ടിയിട്ടാണ് ഇതിനെ ആളുകൾ കൊല്ലുന്നത്. അതായത് അതിന്റെ ഷെല്ല് എന്ന് പറയുന്നത് ഇങ്ങനെ 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 വരുന്ന ഷെല്ലാണ് ഇതിനുള്ളത്. അപ്പൊ ഈ ഷെല്ലുകൾ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസ്, ചൈനീസ് മെഡിസിൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ നല്ല രീതിയിൽ കൊല്ലുന്നുണ്ട്. നോൺ റിലയബിൾ ഗ്ലോബൽ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ബട്ട് ഡ്രാസ്റ്റിക്കലി ലോക്കൽ ഡിക്കേലും ഡോക്യുമെന്റ് ആയിട്ടുണ്ട്. ആൻഡ് പാങ്കോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് നമ്മൾ നോക്കണം. ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ UPSC ചോദിക്കാറുണ്ട്. സോളിറ്ററി ആനിമൽ ആണ്, നൊക്ടേണൽ ആണ്, ഡിഗ് ലോങ് ബറോസ് ടു ഹണ്ട് ടെർമൈറ്റ്സ് ആൻഡ് ഫോർ ഷെൽട്ടേഴ്സ്. ഇതിനകത്ത് എന്താണ്, ട്രീസ് ക്ലൈംബ് ചെയ്യാൻ സാധിക്കും, ഗുഡ് സ്വിമ്മേഴ്സ് ആണ്, ആൻസും ടെർമൈറ്റ്സ് ഒക്കെയാണ് ഇതിന്റെ ഡയറ്റിൽ വരുന്നത്. ഇതിന്റെ മീറ്റ് ആൻഡ് ബോഡി പാർട്സിന് വേണ്ടിയിട്ടാണ് ഇതിനെ നല്ല രീതിയിൽ കില്ല് ചെയ്യുന്നത്, ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മോർ ദാൻ 1 million pangolins have believed to have been poached from wild in the past decades. 10 വർഷത്തിനുള്ളിൽ 1 million പാങ്കോളിൻസ് ആണ് ഈ ഒരു ഇതിന്റെ സ്കെയിലിനും അതുപോലെ തന്നെ ബോഡി മീറ്റിനും വേണ്ടിയിട്ട് കൊന്നിട്ടുള്ളത് അല്ലെങ്കിൽ ട്രാക്കിംഗ് പോച്ചിങ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 8 സ്പീഷീസ് ഓഫ് പങ്കോളിംഗ് ആണ് വേൾഡിൽ ഉള്ളത്. 4 ഏഷ്യൻ കാറ്റഗറി, 4 ആഫ്രിക്കൻ കാറ്റഗറി. ഏഷ്യൻ കാറ്റഗറി എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, ചൈനീസ് അതുപോലെ തന്നെ മലയൻ എന്ന് പറയുന്നത്. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്നത് ഇന്ത്യൻ ആൻഡ് ഫിലിപ്പീൻസ് ആണ്. ആൻഡ് വൾണറബിൾ ആഫ്രിക്കൻ വൈറ്റ് ബിൽഡ്, ഗ്രീൻ ഗ്രൗണ്ട്, ടെമറിക് ഗ്രൗണ്ട്, ലോങ് ടൈൽഡ് ആയിട്ടുള്ള പാങ്കോളിംഗ് കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. സൈറ്റ്സ് പ്രകാരം 2016 ഓൾ ടൈപ്പ് ഓഫ് ട്രേഡ് ഓഫ് പാങ്കോളിൻ എന്താണ് ബാൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കെരാറ്റിൻ നല്ല രീതിയിൽ, ഇപ്പൊ നമ്മൾ മുടി ഒക്കെ ഉണ്ടാക്കുന്ന മുടിയിലൊക്കെ ഉള്ള കെരാറ്റിൻ നല്ല രീതിയിൽ അവരിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി നഖം ഒക്കെ ഫോം ചെയ്തിരിക്കുന്ന കെരാറ്റിൻ ആണ്. അപ്പൊ അത് ഈ ഒരു സ്കെയില് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സൗട്ട് ഓൺ ദ ബ്ലാക്ക് മാർക്കറ്റ് ഫോർ സപ്പോസ്ഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ഈ ഒരു കെരാറ്റിന്റെ കാര്യം കൊണ്ട് തന്നെ ആ ഒരു മെഡിക്കൽ ബെനിഫിറ്റിനായിട്ട് ഇതിനെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊല്ലുന്നുണ്ട്, പോച്ചിങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു സ്കെയില് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, ഇതിന്റെ ശരീരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് സ്കെയില് വരുന്നത്. അതായത് എന്തെങ്കിലും എനിമി കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ബോൾ പോലെ ആയിട്ട് ചുരുണ്ടുകൂടും. അപ്പൊ അതിന്റെ സ്കെയിലുകൾ ഇതിങ്ങനെ ഇങ്ങനെ കൂർത്തൊക്കെ നിൽക്കുമ്പോൾ ആർക്കും വന്നിട്ട് അതിനെ കഴിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊല്ലാനോ ഒക്കെ പറ്റില്ല. അപ്പൊ നമ്മുടെ മുള്ളം പന്നിയൊക്കെയില്ലേ, അതുപോലത്തെ തന്നെ ഒരു ഇതാണ്. ഈസി ടു ക്യാച്ച് ഫോർ ഇല്ലീഗൽ മീറ്റ് ആൻഡ് മെഡിക്കൽ മാർക്കറ്റിനാണ് ഇതിനെ കൊന്നു കളയുന്നത് കാര്യങ്ങൾ. അപ്പോൾ ന്യൂസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു പങ്കോളിനെ കൊല്ലുന്നുണ്ട്, പോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പൊ ഈ പോച്ചിങ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്റർനാഷണലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോ ഇപ്പോ സയന്റിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് മാപ്പ്, DNA ജനറ്റിക് മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഇങ്ങനെ പൗച്ചിങ് ചെയ്യുന്ന പാങ്കോളിൻസിനെ കണ്ടെത്താനായിട്ട് പറ്റുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം നമുക്ക് ആ ഒരു ന്യൂസിൽ നിന്ന് അറിഞ്ഞാൽ മതി. പാങ്കോളിൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ പാങ്കോളിൻ ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അതിന്റെ പ്രത്യേകത കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. UPSC പ്രിലിംസിലൊക്കെ ചോദിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്താണ്, വെയിറ്റിംഗ് ഫോർ ദ സ്റ്റോം എന്ന് പറയുന്ന നമ്മുടെ ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസാസ്ട്രസ് ആയിട്ടുള്ള സ്റ്റോമിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മുടെ ഏർലി വാർണിംഗ് സിസ്റ്റം മാത്രമല്ല, നമുക്ക് ഗ്രൗണ്ട് ലെവൽ ആക്ഷൻസ് ആവശ്യമാണ്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ സരാന്ത ഫോറസ്റ്റിനെ കുറിച്ച് നോക്കി, ജാർഖണ്ഡിലാണ്. അപ്പൊ അവിടെ മൈനിങ് കാരണം നല്ല രീതിയിൽ ആ ഫോറസ്റ്റ് നശിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സാൽ ഫോറസ്റ്റും അതുപോലെ തന്നെ ഏഷ്യയിലെ ഈസ്റ്റേൺ റീജിയനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലഫന്റ് കോറിഡോർ കൂടിയാണ് ഈ പറയുന്ന സരാന്ത ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പിന്നെ നമ്മൾ എബോള ഔട്ട്ബ്രേക്സ് വീണ്ടും ഉണ്ടായതുകൊണ്ട് തന്നെ WHO നമ്മുടെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഇന്റർനാഷണൽ ഔട്ട്ബ്രേക്ക് മെസ്സേജ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, PHEIC. അപ്പൊ അതിനെക്കുറിച്ച് നോക്കി. ദെൻ സ്മൈൽ മിഷൻ എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ ഇന്ത്യൻ പാങ്കോളിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി ന്യൂസുമായിട്ട് അടുത്ത ദിവസം കാണാം.